ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് എന്നെ പോലെ സെൻസിറ്റീവും ആക്നെ പ്രോൺ സ്കിന്നുള്ളവർക്കും പറ്റിയ ഫേസ് പാക്ക്, നമ്മുടെ ടാൻ മാറ്റാനും മുഖത്തെ ഡൾനെസ് മാറാനും ആയിട്ടൊക്കെ ഉള്ളൊരു അടിപൊളി ഫേസ് പാക്ക് ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഞാൻ ട്രൈ ചെയ്ത് പരീക്ഷിച്ചത് 7 ഡേ സൈക്കിളാണിത്. ഇതെല്ലാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ്. പ്രത്യേകിച്ച് ഒന്നുമില്ല, നമുക്ക് പൈസ ചിലവോ അങ്ങനെയൊന്നുമില്ല. പോണ്ടിച്ചേരി പോയിട്ട് വന്ന് എൻ്റെ മുഖവും, അതായത് കൈയും കാലും മുഖവും എല്ലാം ടാൻ അടിച്ച് പണ്ടാരടങ്ങി ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് ഞാൻ ഈ ഒരു 7 ഡേ സൈക്കിൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട്. അപ്പോൾ ഞാൻ വെച്ചാൽ നിങ്ങൾക്കും കൂടെ പറഞ്ഞു തരാമെന്ന്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ 7 ഡേ സൈക്കിളിൻ്റെ ഫസ്റ്റ് ഡേ നമ്മൾ ഉപയോഗിക്കാനുള്ള ഫേസ് പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നാണ് ഞാനിപ്പോൾ പറഞ്ഞു തരാൻ പോകുന്നത്. ഇത് എല്ലാത്തിൻ്റെയും മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കടലമാവും തൈരുമാണ്. കടലമാവും തൈരും നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. അതെന്തായാലും എല്ലാവരുടെ വീട്ടിലും കാണും. കടലമാവ് കണ്ടില്ലെങ്കിലും തൈര് എന്തായാലും കാണും. അപ്പോൾ ഫസ്റ്റ് ഡേ നമ്മൾ ഉപയോഗിക്കേണ്ട ഡേ വൺ ആണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത്. കടലമാവ്, തൈര്, പൊട്ടറ്റോ സ്റ്റാർച്ച്, കുറച്ച് കോഫി പൗഡർ, ഇത്രയാണ് നമ്മുടെ ഡേ 1 വേണ്ടത്. അപ്പോൾ കടലമാവിൻ്റെ പ്രത്യേകത എന്താണ്? കടലമാവൊക്കെ നമ്മൾ ചെറുതിലെ എപ്പോഴും യൂസ് ചെയ്തതെന്ന് വെച്ചാൽ നാച്ചുറൽ ഫേസ് പാക്ക് എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിൽ വരണത് എന്താണ്? കടലമാവ്. അതുണ്ട്. നിങ്ങളുടെ അവിടെ എങ്ങനെയാണെന്ന് അറിയില്ല. ഇവിടെ എന്തായാലും നമ്മുടെ ഇവിടെയൊക്കെ ഫേസ് പാക്ക് എന്ന് പറയുമ്പോഴേ അതിന് കടലമാവ് ഒരു ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ കടലമാവിൻ്റെ, അതായത് ഗ്രാം ഫ്ലോറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഫേസിനെ ക്ലീൻ ചെയ്ത് എക്സസ് ഓയിലൊക്കെ മാറ്റും. അതാണ് കടലമാവിൻ്റെ പ്രത്യേകത. പിന്നെ വരുന്ന തൈരിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൽ ചെറുതായിട്ട് എക്സ്ഫോലിയേറ്റ് ചെയ്യുന്നതാണ് തൈരിൻ്റെ പ്രത്യേകത. പിന്നെ സ്റ്റാർച്ച്, ഏത് സ്റ്റാർച്ച്? പൊട്ടറ്റോ സ്റ്റാർച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടാനിങ്ങിനൊരു പറ്റിയ ഒരു സാധനമാണ് പൊട്ടറ്റോ സ്റ്റാർച്ച് എന്ന് പറഞ്ഞാൽ. നമ്മുടെ പിഗ്മെൻറ്റേഷൻ മാറ്റാനും നമ്മുടെ ടാനിങ് മാറ്റാനും ഭയങ്കര ഒരു അടിപൊളി എഫക്റ്റ് ഉള്ളൊരു സാധനമാണ് പൊട്ടറ്റോ സ്റ്റാർച്ച് നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? നമ്മുടെ ഉരുളക്കിഴങ്ങെടുത്ത് ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്ത്, അതായത് മിക്സിയിലിട്ട് അടിച്ചായാലും എടുത്ത് അതിൻ്റെ ജ്യൂസ് എടുക്കുക. അതിനെയാണ് പൊട്ടറ്റോ സ്റ്റാർച്ച് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പരിഷ്കരിച്ച് പറഞ്ഞതേ ഉള്ളൂ. പൊട്ടറ്റോ ജ്യൂസ് എന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ. അപ്പോൾ പൊട്ടറ്റോ സ്റ്റാർച്ചും പിന്നെ വേണ്ടത് കോഫി ഒരു നുള്ളു കോഫി മതി. ഞാനിത് പ്രത്യേകം പറയുന്നത് എന്നെപ്പോലെ സെൻസിറ്റീവും ആക്നെ പ്രോൺ സ്കിന്നുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് മാത്രം നമ്മൾ കോഫി എടുക്കുക. കോഫി നമ്മുടെ ഫേസിന് ഫ്രഷ്നെസ്സും ചെറിയൊരു ഗ്ലോ ഒക്കെ തരാനായിട്ട് നമ്മൾ കോഫി ഉപയോഗിക്കുന്നത്. അപ്പോൾ കുറച്ച് കോഫിയുടെ വേറൊരു, അതായത് മെയിൻ ആയിട്ടുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ മൈൽഡ് എക്സ്ഫോലിയേഷൻ. അപ്പോൾ നമ്മൾ ഓൾറെഡി തൈര് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തൈരിൻ്റെ ഒരു ഗുണവും എക്സ്ഫോലിയേഷൻ ആണ്. അതിൻ്റെ കൂടി കോഫിയും കൂടെ ഒരുപാട് യൂസ് ചെയ്തതെന്ന് ഞാൻ പറയുന്നത് ഭയങ്കര എക്സ്ട്രീം എക്സ്ഫോലിയേഷൻ ആയി പോകും. അത് സെൻസിറ്റീവ് സ്കിന്നിന് കുറച്ച് സൈഡ് എഫക്ട്സ് തന്ന് ബ്രേക്ക്ഔട്ട്സ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കുറച്ച് മാത്രം കോഫി യൂസ് ചെയ്തിട്ട് മുഖത്തും കഴുത്തിലും കയ്യിലും ഒക്കെ, അതും ഒരുപാട് തേക്കണം, ചെറിയൊരു തിൻ ലെയർ തേച്ചിട്ട് കഴുകിക്കളയുക. ഒരു 10 to 15 മിനിറ്റ്സ്, അതിലും കൂടുതൽ വയ്ക്കരുത്. മാക്സിമം 15 മിനിറ്റ്സ്. അത് 10 മിനിറ്റ്സ് ആകുമ്പോൾ മാക്സിമം കഴുകിക്കളയുക. തിൻ ലെയർ ഇട്ടിട്ട് കഴുകിക്കളയുക. ഇതാണ് നമ്മുടെ ഡേ 1 എന്ന് പറയുന്നത്. ഓക്കെ. ഡേ 2 എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ, ജസ്റ്റ് കടലമാവും തൈരും, ഇത് രണ്ടുമാണ് ഡേ 2 ചേർക്കാനുള്ളത്. അപ്പം ഞാനത് ഇന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്നിൻ്റെ ഡേ 2 ആണ്. ഞാനിങ്ങനെ സൈക്കിൾ ഇങ്ങനെ ഉപയോഗിച്ച് വന്ന് ഇന്നലെ ഞാൻ ഇതെല്ലാം യൂസ് ചെയ്തുകൊണ്ട് ഇന്ന് എനിക്ക് ഉപയോഗിക്കാനുള്ളത് കടലമാവും കേടുമാണ്. അപ്പം ഞാൻ അതെടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇട്ടോടെ നമുക്കിനി സംസാരിക്കാം. ഇത് ആക്ച്വലി ഞാൻ വീഡിയോ എടുക്കണമെന്നും വിചാരിച്ചതല്ല. പിന്നെ എനിക്ക് ചെയ്തപ്പോൾ റിസൾട്ട് ഉണ്ട്. പിന്നെ പലരും പറയുന്നത് കേട്ടു, ലൈക്ക് ഒരേ സെയിം സാധനം തന്നെയാണ് എല്ലാ ദിവസവും യൂസ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇപ്പം നമ്മൾ പറയുന്നില്ലേ, കോഫിയൊക്കെ ഡെയിലി യൂസ് ചെയ്താൽ നമ്മുടെ മുഖത്തിന് അതിന് സൈഡ് എഫക്ട്സേ കിട്ടത്തുള്ളൂ നല്ല റിസൾട്ടിനെക്കാളും. അപ്പോൾ ഡേ 2 ആണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇനി ഡേ 3 വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് വീണ്ടും കടലമാവും തൈരും പിന്നെ ടൊമാറ്റോ ജ്യൂസും നമ്മൾ ഉപയോഗിക്കും. ടൊമാറ്റോ ജ്യൂസ് എന്താണ്? ടൊമാറ്റോയൊക്കെ ഞാൻ പണ്ട് എത്രമാത്രം യൂസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് കയ്യും കണക്കുമില്ല. ടൊമാറ്റോ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫേസ് ബ്രൈറ്റൻ ചെയ്യാനായിട്ടാണ്. ബ്രൈറ്റൻ ചെയ്യുന്ന ഒരു നല്ലൊരു സാധനമാണ് ടൊമാറ്റോ ജ്യൂസ്. ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞെടുത്ത് അങ്ങനെ ആയാലും മതി, അല്ലെങ്കിൽ തൊലിയൊക്കെ കളഞ്ഞ് മിക്സിയിലിട്ട് അടിച്ചെടുത്താലും മതി. കുറച്ച് ടൊമാറ്റോ ജ്യൂസ്. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ പറ്റുമോ, ഈ കേർഡ് എടുക്കുമ്പോഴും ഒരുപാട് കേർഡ് ഉപയോഗിക്കരുത്. കേർഡ് നമ്മുടെ ഫേസ് ഡള്ളാക്കാനും ചാൻസ് ഉണ്ട്. തൈര്, നമ്മുടെ കടലമാവ് എടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് കുറച്ച് തൈര് മാത്രമേ ഉപയോഗിക്കാവൂ. ബാക്കി അത് വീണ്ടും അത് ഭയങ്കര കട്ടിക്കിരിക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കുക. വെള്ളമോ റോസ് വാട്ടറോ ചേർക്കുക. അല്ലാതെ
ഒരുപാട് തൈര് എടുക്കരുത്, ഇത് അതിൻ്റെ കട്ടിയായിട്ട് ഇരിക്കുന്നല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡേ 3 എന്ന് പറഞ്ഞാൽ. ഇനി ഡേ ഫോറിൽ നമ്മൾ ഉപയോഗിക്കാനുള്ളത് ജസ്റ്റ് നമ്മുടെ പൊട്ടറ്റോ ജ്യൂസ് മാത്രം. അതൊരു കോട്ടൺ പാഡിലോ അല്ലെങ്കിൽ വെറുതെ കൈ കൊണ്ടോ ജസ്റ്റ് മുഖത്ത് ഇങ്ങനെ ഒന്നിങ്ങനെ വയ്ക്കുക, കൈവച്ച് ഇങ്ങനെ ചെയ്യുക, പിന്നെ കഴുകി കളയുക. ഇത്ര. പൊട്ടറ്റോ സ്റ്റാർച്ചിൻ്റെ ഗുണം എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഞാൻ പഠിപ്പിക്കുന്ന പോലെ ഉണ്ടല്ലോ. എന്താണ് നിങ്ങളോട് ചോദിക്കുന്ന പോലെ അങ്ങനെയല്ല. പൊട്ടറ്റോ സ്റ്റാർച്ചിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ടാനിങ് മാറ്റാനും പിഗ്മെൻറ്റേഷന് വേണ്ടിയിട്ട്. പിന്നെ ഡേ 5 നമ്മൾ വീണ്ടും എന്ത് ഉപയോഗിക്കും? നമ്മൾ ഡേ 1 യൂസ് ചെയ്ത സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഡേ 5 യൂസ് ചെയ്യുന്നത്. ഡേ 6 തൈരും കേടും, പിന്നെ ഡേ 7 വീണ്ടും നമ്മുടെ ടൊമാറ്റോ ജ്യൂസും കേടും കടലമാവും. ഇതാണ് നമ്മുടെ 7 ഡേ സൈക്കിൾ എന്ന് പറഞ്ഞാൽ. ഇതിൽ 8th ഡേ നിങ്ങൾ ഫേസിൽ മാക്സിമം ഒന്നും യൂസ് ചെയ്യാതിരിക്കുക, ജസ്റ്റ് ഫേസിന് ഒരു റെസ്റ്റ് കൊടുക്കുക. ഇതാണ് നമ്മുടെ 7 ഡേ ടാൻ റിമൂവൽ, അല്ലെങ്കിൽ നമ്മുടെ ഡൾനെസ് മാറ്റുന്ന 7 ഡേ സൈക്കിൾ ഫേസ് പാക്ക് എന്ന് പറഞ്ഞാൽ. നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇവിടെ പോണ്ടിച്ചേരി പോയിട്ട് വന്നപ്പോൾ എൻ്റെ ദൈവമേ, ടാൻ അടിച്ച് കണ്ണാടി നോക്കുമ്പോഴൊക്കെ എനിക്ക് ചെറുതായിട്ട് ടാൻ അടിച്ചിട്ടൊന്നും കണ്ണാടി നോക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നൂല്ലായിരുന്നു. ഇത് ഭയങ്കര ഡള്ളായിപ്പോയി. അപ്പം ഞാനത് ട്രൈ ചെയ്ത് നോക്കി, നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. സാധാരണ എനിക്ക് ഈ കോഫിയും പൊട്ടറ്റോ സ്റ്റാർച്ചൊക്കെ ഞാൻ പണ്ടൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് കോളേജ് വെച്ചു. അപ്പം ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ എനിക്ക് പിമ്പിൾസ് ഒക്കെ വന്നു തുടങ്ങി. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ ഫേസ് ഓവർ എക്സ്പോലിയേറ്റ് ആവും, ഓവർ ഡ്രൈ ആവും. അതൊക്കെ കാരണമാണ് ബ്രേക്ക് ഔട്ട്സ് ഒക്കെ വന്നു തുടങ്ങിയത്. പക്ഷേ ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല. കയ്യിലെ ടാനും എനിക്ക് നല്ല മാറിയതുപോലെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ, എന്നാലും റിസൾട്ട് കിട്ടുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ഞാൻ എന്താ മുഖത്തിട്ടും കഴിഞ്ഞു സംസാരിച്ച്. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് യൂസ്ഫുൾ ആയെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ ഇനി ഒരു അടുത്ത വീഡിയോയിൽ കാണാം.